ഹലോ എവ്രിവൺ, എൻ്റെ പേര് അഖിൽ ജെ രാജ്. ഞാൻ ഒരു സാധാ ഇന്ത്യൻ പൗരനാണ്. ഇപ്പോൾ ഒരുപാട് കാലത്തെ ആലോചനകൾക്കും ഇതിനൊക്കെ ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ഇന്ത്യൻ എന്നൊക്കെ പറയാം. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതായത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒരുപാട് ആൾക്കാരെ പോലെ നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആണ്. അങ്ങനെയുള്ള ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഈ പല ഇഷ്യൂസും ഉണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലായാലും ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, കമ്മ്യൂട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് എല്ലാ തലത്തിലും നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ പുറത്ത് ജോലിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ തന്നെയാണ്, ഒരു 3-4 വർഷമായിട്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ കാര്യങ്ങളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ദിവസവും മുന്നിൽ കാണുന്ന വസ്തുതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, നമ്മളൊക്കെ ഏതോ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാനിപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ. എനിക്കിപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ആളെങ്കിലും കാണുമല്ലോ. 10 ആളെ കാണുന്ന 10 ആളെ മനസ്സ് മാറ്റാൻ കഴിയുമെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ അതിലൊരു വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടു, എമ്പുരാൻ എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യമുണ്ട്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് കാണുന്ന 10 ആളായാലും 5 പേരായാലും അല്ലെങ്കിൽ 10,000 പേരായാലും 1,00,000 പേരായാലും ഒരുപാട് വ്യൂസും അതുപോലെ തന്നെ പലർക്കും പല തരത്തിലുള്ള വീക്ഷണ കോണുകളായിരിക്കും. അപ്പം അതിലേക്കൊന്നും കൂടുതൽ കടക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ എൻ്റെതായിട്ടുള്ളൊരു വീക്ഷണം അല്ലെങ്കിൽ ഒരു എന്താണ് ഞാൻ കാണുന്നത് എന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാം. അതായത് അത് നമ്മുടെ വളരെ മികച്ചൊരു സിനിമയായിരുന്ന ലൂസിഫറിന്റെ 2ാം ഭാഗമാണ്. അപ്പോൾ അത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം സിനിമ പുറത്തിറങ്ങുന്നു. പിന്നെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ വരുന്നു. അശ്വന്ത് കോക്ക് ഇന്നലെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. അതായത് എന്താ പറയാ, ആള് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു തമ്പനിയിൽ യൂസ് ചെയ്യേണ്ടി വന്നില്ല ആ രീതിയിൽ. അപ്പൊ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലെ കഥ അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നോ ഹിറ്റ് ആകേണ്ടിയിരുന്നത് ആ രീതിയിലല്ല ആ സിനിമ ശരിക്കും പറഞ്ഞ് ഹിറ്റ് ആയിരിക്കുന്നത്. കാരണം എമ്പുരാൻ ഇറങ്ങുന്ന 27-ാം തീയതിയാണ്. 29-ാം ഞാൻ സിനിമ കാണുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ആ സിനിമ കണ്ടിരിക്കുന്നത്. ഐമാക്സിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്താണ്. പൃഥ്വിരാജിന്റെ അഭിപ്രായങ്ങൾ മാനിച്ച് ഐമാക്സിൽ ഇറങ്ങുന്ന ആദ്യത്തെ സിനിമ എന്താ പറയാ, ആ ഒരു എക്സൈറ്റ്മെന്റോടൊക്കെ കൂടി നമ്മൾ പോയി ഐമാക്സിൽ പോയി സിനിമ കാണും. അപ്പൊ സിനിമ കണ്ട് രാത്രി 10:30-ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇത് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും 27-ാം തീയതി 28-ാം തീയതി ഒന്നും ബാക്കിയുള്ള സമയങ്ങളൊന്നും ടിക്കറ്റുകളൊന്നും അപ്പോഴത്തേക്കും കറക്റ്റ് കിട്ടിയിരുന്നു. ഞാൻ കുറച്ച് വൈകിപ്പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ പോയി കണ്ട ഒരു സിനിമ എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഗിവ് ഇറ്റ് എ ട്രൈ, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞാൻ പോയി കണ്ടത്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ 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 എന്താ പറയാ, മോശമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ എക്സ്പെക്ടേഷൻസ് വളരെ വലുതായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി തന്നെ സിനിമ സഞ്ചരിച്ചിരിക്കുന്നത് വേറെ പല വഴികളിലൂടെ. ഇത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയെ ഒരു കലാസൃഷ്ടി എന്നതിലുപരി ഈ സിനിമ ചർച്ചയായി മാറിയത് വേറെ പല രീതിയിലുമാണ്. ഉദാഹരണത്തിന് നമ്മുടെ പാർലമെന്റിൽ പ്രഷ്യസ് ടൈമാണ്, വളരെ വിലപ്പെട്ട സമയം. പാർലമെന്റിൽ ഒരുപാട് സമയം മന്ത്രിമാർ, ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും ജോൺ ബ്രിട്ടാസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് സത്യം പറയാലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പാർലമെന്റിൽ പോയിരുന്ന് ചർച്ച ചെയ്യേണ്ടത് ഈ നാടിന്റെ നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇൻസ്റ്റഡ് അവരെന്താ ചെയ്യുന്നത്, ഒരു സിനിമയിലുള്ള വർഗീയമായ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം എടുക്കുന്ന ഒരുപാട് കമന്റ്സുകളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഓരോന്നിന്റെ അടിയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ എന്താണിത്, മറ്റേ മുസ്ലിങ്ങളെ ഇതാക്കി, ഹിന്ദുക്കളാണത് ഹിന്ദു തീവ്രവാദികൾ, ഹിന്ദുക്കൾ പറയുന്ന മുസ്ലിം തീവ്രവാദികൾ, ക്രിസ്ത്യൻസ് വരുന്നില്ല. അത് ഭാവിയിൽ ചിലപ്പോൾ ഇപ്പൊ 2 ദിവസമായിട്ട് വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മളെ ജനങ്ങൾ, നമ്മളിപ്പോൾ വലിയ മതേതരത്വം ഇതൊക്കെ പറഞ്ഞ് നിൽക്കുക എന്നല്ല, നമുക്ക് ഈ മതേതരത്വം മാത്രം മതിയോ?
മതേതരത്വം അവിടെ ഉണ്ടായിക്കോളും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്നതുകൊണ്ട് ഈ സിനിമ ഇറങ്ങിയതുകൊണ്ട് മതേതരത്വം നിലനിൽക്കും, ഇതൊക്കെ എനിക്ക് ചോദിക്കാല്ലേ. മതേതരത്വം ഇതുകൊണ്ടൊന്നും നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു പക്ഷേ ക്രിയേറ്റേഴ്സ് മുരളി ഗോപി മാപ്പ് പറഞ്ഞില്ല, അല്ലെങ്കിൽ പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞു, എന്താണിത്, മോഹൻലാൽ മാപ്പ് പറഞ്ഞു, എന്താണിത് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ ചെയ്തിരിക്കുന്നത് ശരിയായൊരു ഡിവൈഡാണ്. അതായത് എന്നോ മറന്നൊരു സംഭവത്തിനെ വീണ്ടും പൊന്തിക്കുക എന്ന് തന്നെ വേണേ പറയാം. അതൊരു കച്ചവട തന്ത്രമായിട്ട് പോലും കരുതാൻ പറ്റും. കാരണം ഈ സമൂഹത്തിനോട് ചെയ്തിരിക്കുന്ന ഒരു ദോഷം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ അവരറിയാതെ ചെയ്തതായിരിക്കും, എനിക്കറിയില്ല. അൾട്ടിമേറ്റ്ലി അത് വളരെ മോശമായി തന്നെയാണ് ഭവിച്ചിരിക്കുന്നത്. കാരണം 2002 എന്നോ കഴിഞ്ഞ ഒരു സംഭവം, ഇനിയിപ്പം ഇത് ഞാൻ അതിനെ നിസ്സാരവൽക്കരിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. എന്നോ കഴിഞ്ഞൊരു സംഭവത്തിനെ വളരെ വീണ്ടും അതേ രീതിയിൽ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ തീ കോരുകയാണ്. അതിനെ എന്താ പറയാ, അതിന്റെ ഭാഗം പറ്റാനും അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് ലാഭം എടുക്കാനും രാഷ്ട്രീയ പാർട്ടികൾ തലങ്ങും വിലങ്ങും ഓടി മത്സരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ചെയ്യേണ്ടത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ കണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ എന്തോ പോസ്റ്റ് ഇടുന്നു, വേറൊരാൾ പിന്നെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇതൊക്കെ ചുമ്മാ ഡ്രാമയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ ഇവരെല്ലാവരും എന്താ പറയാ ഒരു പൊട്ടന്മാരാക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പൊട്ടന്മാരാണ്. ഇതൊക്കെ കണ്ട് ഇതിനെതിരെ പ്രതികരിക്കും. ഞാനിപ്പോ ഈ പറയുന്ന ഞാനൊരു പൊട്ടനാണ്. ഇതിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ ഞാനൊരു പൊട്ടനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ ഒരു പൊട്ടന്മാരെ ലോകത്തിൽ ഇവരിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഭരിക്കുക നമ്മളെ പൊട്ടന്മാരെ. അവരും പൊട്ടന്മാരാണെന്ന് വേണം പറയാം. കാരണം അല്ലെങ്കിൽ ലേശെങ്കിലും വിവരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട അവസ്ഥ വരില്ല. ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാനേ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ എന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് സമൂഹത്തിലേക്കാണ് ഈ ഇറക്കി വിടുന്നത്. അപ്പൊ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും സിനിമ ഉണ്ടാക്കുന്ന കലാകാരന്മാർ ബോധവാന്മാരായിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, ആരെങ്കിലും വിചാരിക്കുന്നു ഒരു സിനിമയ്ക്ക് സമൂഹത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ എമ്പുരാനി ഇറക്കിയത് കൊണ്ട് വർഗീയത കൂട്ടുക എന്നുള്ളതല്ലാതെ ഒരു കാര്യത്തിനില്ലാതിരുന്ന ചിലപ്പോൾ ഹിന്ദുക്കളോ അല്ലെങ്കിൽ നല്ലോണം പോയിക്കൊണ്ടിരുന്ന മുസ്ലിമോ എന്തൊക്കെയപ്പോൾ വിചാരിക്കുന്നത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നത്, അവരുടെ മനസ്സിൽ തീ കോരിയിടുന്ന ഒരു സിനിമയും എമ്പുരാൻ മാറി. വളരെയധികം സങ്കടമുണ്ട്. കാരണം മലയാളത്തിന്റെ മഹാത്ഭുതമാകും എന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതിൽ വളരെയധികം സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് എമ്പുരാൻ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. അതായത് മറ്റുള്ള സംസ്ഥാനക്കാർ, കാരണം ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ ഫ്ലോറിലുള്ള മറ്റുള്ള സംസ്ഥാനക്കാരും അതുപോലെ തന്നെ കമ്പനികളിലാരും പുറത്തുള്ള ആൾക്കാരും മറ്റേ തിയേറ്ററുകളിൽ നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ പല സംസ്ഥാനക്കാരും ഇടിച്ചു കയറുന്നതൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ സ്വപ്നങ്ങളൊക്കെ അസ്ഥാനത്തായി പോയി. ആരും കയറുന്നൊന്നും കാണുന്നില്ല മലയാളികളല്ലാതെ. ഞാൻ അൺകട്ട് വേർഷനാണ് കണ്ടത്, അത് വേറൊരു കാര്യം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതിനെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു എമ്പുരാൻ ഫസ്റ്റ് ഓഫ് ഓൾ ലൂസിഫറിന്റെ തുടർച്ചയെന്നിരിക്കുക നമ്മുടെ എക്സ്പെക്ടേഷൻ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ എമ്പുരാനിൽ കാണിച്ചിരിക്കുന്ന എമ്പുരാൻ എങ്ങനെയാണോ എടുത്തിരിക്കുന്നത് അതിനകത്ത് ഈ ലോക്കൽ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയൊരു കഥ അല്ലെങ്കിൽ ഒരു നൂതന ആശയം കൊണ്ടുവന്ന് ആ രീതിയിൽ ഈ സിനിമ കാണിച്ചിട്ട് വേറെ എന്തൊക്കെ രീതിയിൽ കഥ എഴുതാം, അതൊന്നും ചെയ്യാതെ ഈ തരത്തിലുള്ള ഒരു കഥ എഴുതി കൊണ്ടുവന്നുണ്ട്. ഞാനൊരു മോഹൻലാൽ ആരാധകനാണ്, പൃഥ്വിരാജ് ആരാധകനാണ്, മുരളി ഗോപിയുടെ ആക്ടിങ്ങിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, എഴുത്തിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ മറ്റുള്ള സിനിമകൾ, മുരളി ഗോപി എഴുതിയ മറ്റുള്ള സിനിമകളെ അത് വേറൊരു കാര്യം, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നതും ഫോളോ ചെയ്യുന്നതായിട്ടുള്ളൊരു സാധാ പൗരനാണ് ഞാൻ. അപ്പൊ ഇതിന്റെ അകത്തുനിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരിക്കലും ഈ ഒരു കലാസൃഷ്ടി മുന്നോട്ട് കൊണ്ടു. ഒരുപക്ഷെ ഇവർക്കൊരു തെറ്റുപറ്റിയതാണോ എന്ന് ചോദിച്ചാൽ തെറ്റുപറ്റിയതാണ്, എന്നാൽ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പറയാനും പറ്റില്ല. കാരണം ഒരുപക്ഷെ ബോധപൂർവം ഇവർ ചെയ്ത ഒരു മാർക്കറ്റിംഗ് ടെക്നിക് എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഒരു പക്ഷേ സിനിമ തിയേറ്ററുകളിൽ കഥ മൂലം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഈ രീതിയിൽ സിനിമ മാർക്കറ്റ് ചെയ്തുകൊണ്ട് സിനിമയുടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഇതിലൂടെ സാധിക്കുമായിരുന്നു. ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നോ എന്ന്, അങ്ങനെയാണ് അവർ ചിന്തിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല, ഇവരുടെ മനസ്സിലുണ്ടായിരുന്നോ എന്നുള്ളത് സംശയാസ്പദമായ കാര്യം തന്നെ ആണ്. എനിക്കൊരു സംശയമില്ല. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇത് സമൂഹത്തിൽ കൂടുതൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക എന്നതിലുപരി ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തിയേറ്ററിൽ ആസ്വദിക്കാൻ പോയിരുന്ന അല്ലെങ്കിൽ മലയാളത്തിന്റെ മഹാത്ഭുതം എന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ മലയാള സിനിമയെ നെറുകയിലെത്തിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ എന്ന് വിചാരിച്ച് പോയ പലർക്കും നിരാശപ്പെടേണ്ടി വന്നു. പലരും നിശബ്ദരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനെപ്പറ്റി ആരോടെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മറ്റെടുത്തോ പോസ്റ്റ് ഇട്ടാൽ ഡയറക്റ്റ് സംഖ്യയായി പോകും.
അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടു മറ്റേ ആവിഷ്കാര സ്വാതന്ത്ര്യം എമ്പുരാൻ പുറത്തിറക്കണം, അല്ലെങ്കിൽ എമ്പുരാൻ കട്ട് ചെയ്ത് ശരിയായില്ല, അങ്ങനെ ഇങ്ങനെ, അയ്യോ പറയണ്ട. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് TP51 ആയി കഴിഞ്ഞാലോ അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല. എല്ലാവരും പറയുന്നത് കേട്ടു അതായത് TP51 ലെഫ്റ്റ് റൈറ്റ് ലൈറ്റ് വളരെ മികച്ചൊരു സിനിമയാണ്, ഞാൻ കണ്ടൊരു സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലൈറ്റ്. അത് ശരിക്കും നമ്മുടെ രാഷ്ട്രീയത്തിനെ പോർട്രേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഓക്കെ, ഇതിപ്പോ LDF മാർക്സിസ്റ്റ് പാർട്ടിക്കാരെന്ന് വിചാരിക്കേണ്ട ഞാൻ അവർക്കെതിരെ സംസാരിക്കുന്നത് ഒരിക്കലും അല്ല. കാരണം ഞാൻ സത്യങ്ങളാണ് പറയുന്നത്, എനിക്ക് തോന്നിയ സത്യങ്ങൾ. ഓക്കെ, അത് ഇറക്കുന്ന സമയത്ത് ഒരുപാട് ബാക്ക്ലാഷ് അതിനുണ്ടായിട്ടുണ്ട് ആ സിനിമയ്ക്ക്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അന്നേരം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവും കൊതിയും പിടിച്ചിറക്കുന്ന ആൾക്കാരൊക്കെ എവിടെയായിരുന്നു? അന്നൊന്നും ആരും എന്താ പറയാ ഒന്നും പറയേണ്ടിയിരുന്നില്ല. കുറെ ആൾക്കാർ പ്രതിഷേധിച്ചു, അത് അവിടെ പോയി. ഇതെല്ലാ പാർട്ടിക്കാരും ഞാൻ പറഞ്ഞുതരാം, പല ഉദാഹരണങ്ങളുണ്ട്. പല സിനിമകൾ ഒരു പാർട്ടിക്കെതിരെ എടുത്ത് ഞാൻ പാർട്ടി പ്രതിഷേധിക്കും, ആ പാർട്ടി അതിനെ അടിച്ചമർത്താൻ നോക്കും, അല്ലെങ്കിൽ ആ വിഭാഗം അതിനെ അടിച്ചമർത്താൻ നോക്കും. ഇതൊരു സ്വാഭാവിക കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വലിയൊരു മുറിവായിരുന്നു ഗുജറാത്ത് കലാപം. ഒരുപാട് ആൾക്കാർ മരിച്ച, ഇന്ത്യയിൽ അതിനും മുന്നേയും കലാപങ്ങളുണ്ട്. എന്നാൽ നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന വളരെ പ്രശസ്തമായ ഒരു കലാപം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപമാണ്. അതെല്ലാവരും മറന്നു തുടങ്ങിയതാണ്. ആ മറന്നു തുടങ്ങിയതിലേക്ക് വീണ്ടും ആ മുറിവിലേക്ക് ഉപ്പ് പുരട്ടുന്ന ഒരു പരിപാടിയാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കൊണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എമ്പുരാൻ വേറൊരു തലത്തിലെടുത്ത് നമുക്കൊക്കെ ആകർഷണീയമായ രീതിയിൽ അത് എടുത്തിരുന്നെങ്കിൽ, ഒരു മികച്ച കഥ, അല്ലെങ്കിൽ മുരളി ഗോപിയൊക്കെ പറഞ്ഞ പോലെ ലൂസിഫറിന്റെ തുടർച്ചയല്ല എമ്പുരാൻ, ഈ കഥ വേറെ പല രീതിയിൽ എടുക്കുമായിരുന്നു. ഓക്കെ, ഒരു സിനിമ കൊണ്ടൊന്നും ഇന്ത്യയിലെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ നന്നാക്കാനോ ഒന്നും സാധിക്കില്ലെന്നേ. അതൊക്കെ പറ്റുമായിരുന്നെങ്കിൽ ഇതിന് മുന്നേ കഴിഞ്ഞതാണ് അതൊക്കെ. ഇനി സിനിമ കണ്ട് 2.5 മണിക്കൂർ ആൾക്കാർ ഭയങ്കരം മറ്റത് മറിച്ചതെന്നൊക്കെ പറയാനല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുടെ പഴയ രീതിയിലേക്ക് പോകും. ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സിനിമയിൽ കൂടെ ഒന്നും പൂർണ്ണമായി സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ മാറേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്വയം മാറിക്കോളും, അതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇതെല്ലാം കൂടി പൂർണ്ണമായിട്ടും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ കൊണ്ട് നാട്ടിലെ സമാധാനത്തിന് വളരെ വലിയൊരു കളങ്കം തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മനസ്സുകളിൽ വർഗീയ ചിന്താഗതി ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഈ വർഗീയത കണ്ടിപ്പോ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഫോണുകൾ ഇങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെ ഫോൺ കാണുമ്പോൾ അങ്ങോട്ടും അടിയാണ്. എന്താ പറയാ, രാമകൃഷ്ണൻ എന്ന് പേരുള്ള പോടാ, എന്താ പറയാ, ഡാഷ് മോനെ എന്ന് വിളിക്കുന്നു. പിന്നെ സുൽഫത്ത് എന്ന് വിളിക്കാൻ, നീ ആരടാ ഡാഷ് മോനെ എന്ന് തിരിച്ചിങ്ങനെ ചോദിക്കുന്നു. ഇതിലും ഭയങ്കര വാക്കുകളൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ചെറിയ കുഞ്ഞു തലമുറയും വളർന്നു വരുന്നത്. അതിന് കാരണമായി ഈ ഒരു കോൺവെർസേഷൻ കാണാൻ ഈ ചെറിയ തലമുറ വരെ കാണുവാൻ ഈ ഒരു സിനിമ കാരണമായി എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു കാര്യം. അതില്ലായിരുന്നെങ്കിൽ എന്തൊരു സുഖമായനെ സിനിമ പരാജയപ്പെട്ടിരുന്നെങ്കിലോ, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതൊരുമാതിരി എന്താ പറയാ, മലയാള സിനിമേനെ അനാവശ്യ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിലേക്ക് ഇത് മാറി എന്നുള്ളത് എൻ്റെ വളരെ വലിയ വിനയാന്വിതനായി പറയുകയാണ്. അത്രയ്ക്കും ഹമ്പിൾ റിക്വസ്റ്റ് ആണ് സിനിമാക്കാരോട്. ഒരു കാരണവശാലും കഴിഞ്ഞ കാര്യങ്ങൾ, എല്ലാവരും മറന്നു തുടങ്ങിയ കാര്യങ്ങൾ, ഇത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കഥ കിട്ടുന്നില്ല സിനിമ എടുക്കണ്ട, അതാ എൻ്റെ ഇത് പറയാനുള്ളത്. നിങ്ങളിങ്ങനെ ഉദ്ഘോഷിപ്പിച്ച് അല്ലെങ്കിൽ വരുന്ന തലമുറയെ ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വലിയ കഥാകാരനോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒന്നും ആവാൻ ശ്രമിക്കരുത്. നിങ്ങളൊക്കെ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒന്ന് ഹഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളിടുന്ന് കുറച്ചുകൂടി എന്താ പറയുന്നത്, നിങ്ങളൊക്കെ അത്രയും എന്താ പറയാ, അത്രയ്ക്കും അടിപൊളി ആൾക്കാരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആയതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന എന്നുള്ള കാര്യം. പൃഥ്വിരാജ് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകനാണ് പൃഥ്വിരാജ്. വളരെ മികച്ചൊരു അഭിനേതാവാണ്. അതുപോലെ തന്നെ മുരളി ഗോപി നല്ല, ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. നമ്മൾ കുറച്ചുകൂടി സാമൂഹിക പ്രതിബദ്ധത നോക്കണം. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മാക്സിമം ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ പുതിയ തലമുറ ചിന്തകളെയും അതുപോലെ തന്നെ അവർക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ആ രീതിയിലേക്ക് സിനിമകൾ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൊണ്ടുപോവുക, അതാണ് ഏറ്റവും നല്ലത്. കാലത്തിനനുസരിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള മുറിവുകൾ നമ്മുടെ സമൂഹത്തിനെ കുറിച്ചും സിനിമാക്കാർ പഠിച്ചിരിക്കണം. ഓക്കെ,
ആ സമൂഹത്തിന് ഇങ്ങനെ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്തായിരിക്കും അതിന്റെ ഇത് എന്നുള്ളതും കൂടി പഠിച്ചിരിക്കണം. കുറച്ച് ആൾക്കാർ ഓക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, കുറച്ച് ആൾക്കാർ നമ്മൾ നിങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട കാണിക്കേണ്ട ഒരു സ്ഥലമല്ല സിനിമ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്. അത് ഇന്ത്യക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും വളരെ മോശമായിട്ടേ ഭവിക്കുകയുള്ളൂ. ഒരിക്കലും അത് നല്ലതിനാവില്ല. അതാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഭയങ്കര സങ്കടമുണ്ട് നമ്മൾ കാണുന്ന സമയത്ത് കുറെ ആൾക്കാർ പോയിട്ട് എന്താ പറയാ സുരേഷ് ഗോപിനെ ചീത്ത പറയുന്നു. സുരേഷ് ഗോപിനെ നമുക്ക് ചീത്ത പറയാൻ എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ അദ്ദേഹം വളരെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ചീത്ത പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയല്ല. അദ്ദേഹത്തിന് MP ആയതിനു ശേഷം ചില ഭാഷ ഇതിലൊക്കെ ഒരുപക്ഷെ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. ഇപ്പൊ അതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സുരേഷ് ഗോപിയും മമ്മൂക്കയും തമ്മിലുള്ള ആ ഒരു സംഭവം, സുരേഷ് ഗോപി മമ്മൂക്കയെ വർഗീയമായ രീതിയിൽ അവഹേളിക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? ഒരു രണ്ട് സുഹൃത്തുക്കളാണ് അവരുടെ ചിന്തകളിലേക്കും ഇതിലേക്കും വീണ്ടും മണ്ണ് വാരിടുക അല്ലെങ്കിൽ ഇത് വൃത്തികേട് വാരിടുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ചിന്താഗതിയാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുത്തിയിരിക്കുന്ന ഒരു വിടവ് വളരെ വളരെ വലുതാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട് സെൻസർ ബോർഡൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ സെൻസർ ബോർഡിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ സെൻസർ ബോർഡ്? മറ്റു രാജ്യങ്ങളിൽ സിനിമ ഇറക്കുന്നില്ലേ? സെൻസർ ബോർഡിന്റെ ആവശ്യമില്ല. ഓരോരുത്തരും ഓരോ രീതിയിലും ഇതാക്കിയിട്ട് അങ്ങനെ സെൻസർ ബോർഡ് എന്തിനാ? ശരിക്കും സെൻസർ ബോർഡ് കട്ട് ചെയ്യാനോ എടുക്കാനോ ഇതാക്കാനോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓരോ പൗരനും സിനിമ എടുക്കുന്ന ആൾക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കും എന്താണ് നമ്മൾ ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമൂഹത്തിന് പക്ഷേ ഗവൺമെന്റ് നിരോധിക്കട്ടെ. അത്ര എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ചില ഇംഗ്ലീഷ് സിനിമകൾ UAE നിരോധിക്കും, ചില ഇംഗ്ലീഷ് സിനിമകൾ ഇന്ത്യയിൽ നിരോധിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിരോധിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ രാജ്യങ്ങളൊക്കെ കുതിക്കുകയാണ് മുന്നോട്ട്. നമ്മളിപ്പോഴും ഈ സിനിമയിലുള്ള 2002 കലാപത്തിന്റെ മറ്റേ ശൂലം കുത്തി എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ സീന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാവും. ഞാൻ തല താഴ്ത്തി കഴിഞ്ഞ തിയേറ്ററിൽ ആ സീന് കണ്ടിട്ട് അത് വളരെ എന്താ പറയാ അവോയ്ഡ് ചെയ്യാന്ന് ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും കേട്ടിട്ട് ഇതിന് അവരുടെയൊക്കെ അഭിപ്രായം മാറുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. പക്ഷെ മാറിയാൽ നന്ന് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലെ ഒരുപാട് നീറുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയെ പറ്റി, സിനിമയുടെ വർഗീയതയെ പറ്റി 2002 കലാപത്തിന് കീറി മുറിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരു കാര്യമല്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുഴിച്ചിട്ടതിനെ ഇനി വീണ്ടും അതിനെ കുത്തി പൊന്തിച്ച് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ദയവ് ചെയ്ത് ഇതൊരു അപേക്ഷയാണ് എല്ലാവരോടും, ഇത് ചെയ്യുന്ന കാണുന്ന ആൾക്കാരുടെ ഇതൊക്കെ മാറുന്നത്. നമ്മളൊക്കെ പൊട്ടന്മാരാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 5 പൈസയും കിട്ടുന്നില്ല. നമുക്ക് ഇതിനെ പറ്റി ഒരു ലാഭവും നമുക്ക് കിട്ടുന്നില്ല. അതേസമയം നമ്മൾ നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്ത് ഗവൺമെന്റിനെ ബോധവാന്മാരാക്കി അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സിനിമ കിട്ടുന്നത്, അതായത് ഈ കമ്മ്യൂണൽ അല്ലെങ്കിൽ വർഗീയത പറയാത്ത സിനിമകളാണെങ്കിൽ എന്ത് നന്നാവുമായിരുന്നു. അത് വളരെ ഒരു ഇതാണ്. അപ്പൊ ഓരോ സിനിമയ്ക്ക് ഓരോ സിനിമേൻ്റെതായിട്ടുള്ളതുണ്ട്. പക്ഷെ ഈ ഒരു ഇത് കൊണ്ടുവന്നവര് എമ്പുരാന്റെ ക്വാളിറ്റി കുറച്ചു എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത്. എമ്പുരാൻ എന്തിനു വേണ്ടിയാണോ ഇറക്കിയത് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് എന്താ പറയാ ഒരു റോക്കറ്റ്, ഒരു സ്പേസ് ഷട്ടിൽ പുറത്തേക്ക് വിടുമ്പോൾ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ തകർത്ത് കളയും, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ക്രാഷ് ലാൻഡ് ചെയ്യും മൊത്തം തകർന്നിട്ട്. അതിനെ തിരിച്ചെടുക്കുക സാധ്യമല്ല. അതുപോലൊരവസ്ഥയാണ് ഇപ്പൊ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഞാൻ വളരെയധികം വിഷമമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമാവാൻ ലാലേട്ടന് പറ്റിയല്ലോ. അതായത് ലാലേട്ടൻ അതിന്റെ ഭാഗമായി പോയല്ലോ. അതുപോലെ പൃഥ്വിരാജ് നമ്മുടെ വളരെയധികം, വേറെ ആരെങ്കിലുമൊക്കെ ഞാൻ ചാൻ കോട്ടനൊക്കെ ആയിരുന്നു, നമ്മള് വളരെയധികം പ്രതീക്ഷയുള്ള പൃഥ്വിരാജ്, മോഹൻലാൽ, അതുപോലെ തന്നെ മുരളി ഗോപി എന്നുള്ളവരൊക്കെ ഇവരൊക്കെ ഇതിന്റെ ഭാഗമായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വളരെ വളരെ വലിയൊരു സങ്കടമാണ് നമുക്ക് ഉള്ളത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിൽ നിന്ന് ഒരുപാട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഭാവി തീരുമാനങ്ങൾ ഷേപ്പ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എല്ലാവരും ആ രീതിക്ക് ഇതിൽ നിന്നൊക്കെ ഈ എന്താ പറയാ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതികളിൽ നിന്ന് മാറി പുതിയൊരു നമ്മുടെ കുറച്ചുകൂടി ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുകയാണെന്ന് പറയാൻ തോന്നുന്നു. എനിവേസ്, ദിസ് ഇസ് എൻഡ് അബൌട്ട് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.